നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണ. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ്. എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മുടി കൊഴിച്ചിലൊന്ന് നിയന്ത്രിക്കാൻ നോക്കാം. കാരണം എനിക്ക് കുറേ പേഷ്യൻസ് ഈ അടുത്ത കാലത്തായിട്ട് ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. അപ്പം ഇതെങ്ങനെയാണ് പെട്ടെന്നൊന്ന് കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഒരു ഡോക്ടേഴ്സിൻ്റെയും ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു ഹെയർ ഫാൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാരണങ്ങളുണ്ടാകും. സ്ട്രെസ് ഫാക്ടേഴ്സ് മെയിനായിട്ടൊരു ഫാക്ടറായിരിക്കും. നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരു പാർട്ടാണ്. നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ഒരു പാർട്ടാണ്. എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിലുണ്ടെങ്കിലും അത് ഒരു പാർട്ടാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണത് നമുക്ക് വേണമെങ്കിൽ ഡയറ്റിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എന്നാലും അത് കുറച്ച് ബുദ്ധിമുട്ടായവരുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയും. വൈറ്റമിൻ ഡി, കാൽഷ്യം എന്നുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾ വാങ്ങിയിട്ട് ഒരു നേരമെങ്കിലും ഒന്ന് കഴിക്കാം. അതുപോലെ ഫോളിക് ആസിഡ് 5 mg വാങ്ങാം. അതും ഒരു ടാബ്ലറ്റ് വെച്ചിട്ട് കഴിക്കാം. പിന്നെ നിങ്ങൾ വാങ്ങേണ്ട അയൺ ടാബ്ലറ്റ് ആണ്. അയൺ സിറപ്പായാലും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു ടാബ്ലറ്റ് വെച്ച് 2 നേരം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ വേണ്ടത് വൈറ്റമിൻ B12 കൂടി. ഇത്രയും ടാബ്ലറ്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് 2 ആഴ്ച കഴിച്ച് നോക്കി ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടാതെ ഷാമ്പു, ഓയിൽ നിങ്ങൾക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഈ പറഞ്ഞ ഓയിൽ കൊണ്ടും ഷാമ്പു കൊണ്ടും നമുക്ക് വലിയൊരു മാറ്റങ്ങൾ കാണാൻ പറ്റില്ല. പക്ഷേ ഷാമ്പു കൊണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിലെ മുടി പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഓയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ചളിയൊക്കെ നിറഞ്ഞു തന്നാൽ നമുക്ക് അവിടെ ഒരു ഹെയറിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കാൽപ്പ് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഒരു വീക്ക്ലി ട്വൈസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഡേർട്ട് എക്സ്പോഷർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി പിടിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾക്കൊന്ന് ഷാമ്പു ചെയ്യാം. പറ്റുകയാണെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു ടിപ്പാണ് കഞ്ഞിവെള്ളം. വളരെ വളരെ നല്ലൊരു സംഭവമാണ്. അത് നിങ്ങൾ വീട്ടിൽ അമ്മയുടെ അടുത്തോ ആരുടെ അടുത്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് തലേന്നത്തെ കഞ്ഞിവെള്ളം, കുറച്ചും കൂടി പഴകിയ കഞ്ഞിവെള്ളമാണ് നല്ലത്. അപ്പോൾ ആദ്യം നമ്മൾ ഹെയർ വാഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വീണ്ടും മുടി പച്ച വെള്ളത്തിൽ വാഷ് ചെയ്യാം. പറ്റുകയാണെങ്കിൽ മൈക്രോ ഫൈബർ ടവൽസ് യൂസ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ പഴയ ടീഷർട്ട്സൊക്കെ അച്ഛൻ്റെ ബ്രദേഴ്സിൻ്റെ ആരെങ്കിലും വീട്ടിലുണ്ടാകും. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി ഡ്രൈ ചെയ്യാവുന്നതാണ്. പറ്റുകയാണെങ്കിൽ ഈ നമ്മുടെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഹെയർ ഡ്രയേഴ്സ്, ഹീറ്റിംഗ് ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ലാസ്റ്റായിട്ടുള്ളൊരു വലിയ ടിപ്പാണ് നമ്മുടെ ഉലുവ. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ ഇതെല്ലാം ഞാൻ പരീക്ഷിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കടുത്ത് പറഞ്ഞു തരുന്നത്. എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ അതിന് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. ഈ പറഞ്ഞ ഉലുവ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ ഒരു അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് സോക്ക് ചെയ്ത് വയ്ക്കാം. അത് പിറ്റേ ദിവസം അതും ഈ പറഞ്ഞ പോലെ കുറച്ച് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം, കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും പിന്നെ ഈ പറഞ്ഞ കുറച്ച് തൈരും ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഒന്ന് ഓയിൽ വെച്ചോളൂ. കാരണം ഡ്രൈ ഹെയർ ആണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. ഒരു 15 to 20 മിനിറ്റ് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് മുടി ക്ലീൻ ചെയ്യാം. ഓക്കെ. ഷാമ്പു യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ യൂസ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. തലേന്ന് മുടി ഒന്ന് ഷാമ്പു ചെയ്തതിന് ശേഷം പിറ്റേന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മാസ്ക് അപ്ലൈ ചെയ്ത് വെറുതെ ഒരു പ്ലെയിൻ വാട്ടർ കൊണ്ട് നിങ്ങൾക്ക് കഴുകിക്കളയാം. പിന്നെ ഈ പറഞ്ഞ മൈക്രോ ഫൈബർ ടവൽസ് യൂസ് ചെയ്തിട്ട് ഡ്രൈ വെക്കാം. പിന്നെ വേണമെങ്കിൽ വൈറ്റ് കോംബ്, എപ്പോഴും മുടി ഒരു സെമി വെറ്റ് കണ്ടീഷനിൽ വേണം നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കോമ്പ് വെച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഭയങ്കര വെറ്റ് ഹെയറിൽ കൊണ്ട് നമ്മൾ കോമ്പ് യൂസ് ചെയ്യില്ല. അറിയുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. ഓക്കെ, ബൈ.